എന്നെ ഒത്തിരി സ്വാധീനിച്ചത് കുമ്പസാരമാണ്. കാരണം 4.5 മണിക്കൂറോളം ഒരു 8 അച്ഛന്മാർ നിരന്തരം ഇരുന്ന് കുമ്പസാരിപ്പിച്ചു. എന്നിട്ട് ധ്യാനം കുമ്പസാരം തീരാതെ വൈകുന്നേരം വീണ്ടും 1 മണിക്കൂറോളം കുമ്പസാരം ഉണ്ടായിരുന്നു. ജനം വളരെ ആവേശത്തോടെയാണ് ഈ ധ്യാനത്തെ ഏറ്റെടുത്തത്. അനേകം ജനം തമ്പുരാൻ്റെ മുമ്പിൽ വന്ന് വചനം കേൾക്കാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും സ്നേഹവിരുന്നിൽ പങ്കെടുക്കാനൊക്കെയാണ് ഒരു തീഷ്ണത വലിയൊരു ദൈവാനുഭവമായിരുന്നു. ഇടവക ജനത്തിന് ഇതൊരു ആത്മീയ ഉണർവ് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ അഭിമാനിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അനേകം പേരുണ്ട്. അവർക്കൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദിയും പ്രാർത്ഥനയും വശം നേരുകയാണ്. ഈ ഇടവക തമ്പുരാൻ്റെ പക്കലേക്ക് ഇനിയും ആത്മീയമായിട്ട് വളരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയിൽ വേണ്ടി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ പ്രത്യാശപ്പുൻ കാലവുമായി നാം യേശുവിന്റെ പിന്നാലെ. പോപ്പുലർ മിഷൻ ധ്യാനം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് വിശുദ്ധിയിലേക്ക്. ഇനി നമ്മൾ ചിന്തിക്കണം, എന്തെല്ലാമാണ് വിശുദ്ധമാകേണ്ടത്? എൻ്റെ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ മാത്രം ഞാൻ പരിശുദ്ധമായ ചിന്തകളോട് വ്യാപരിച്ചാൽ മതിയോ? കർത്താവ് പറയും, നമുക്ക് ദൈവം നൽകിയുള്ള സമയമുണ്ട്, ആ സമയത്തെ പരിശുദ്ധമായി വിനിയോഗിക്കണം. ഞാൻ യാതൊരുവിധ ദൈവിക ചിന്തയുമില്ലാതെ എൻ്റെ ലോകത്ത് വ്യാപരിക്കുന്നുവെങ്കിൽ, തിന്മയുടെ ഇടങ്ങളിലേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, തിന്മയുടെ കാര്യങ്ങൾ മാത്രം ധ്യാനിക്കുമ്പോൾ സമയം പരിശുദ്ധമല്ല. ഞാൻ വ്യാപരിക്കുന്ന സ്ഥലം, ആ ദേവാലയമാണെങ്കിലും എൻ്റെ ഭവനമാണെങ്കിലും പൊതു ഇടങ്ങളാണെങ്കിലും, അവിടെയെല്ലാം വിശുദ്ധമായൊരു സാന്നിധ്യമായി എൻ്റെ ജീവിതത്തെ മാറ്റേണ്ടതുണ്ട്. ഞാൻ ഇടപെടുന്ന സാഹചര്യങ്ങൾ, എത്രയോ വ്യക്തികളുമായി ഇടപഴകുന്നു, എത്രയോ സാഹചര്യങ്ങൾ ഇടപഴകുന്നു, അവിടെയെല്ലാം എൻ്റെ ജീവിതം മറ്റുള്ളവരിൽ വ്യത്യസ്തമാകത്തക്ക വിധം നന്മയുടെയും വിശുദ്ധിയുടെയും നിറവുണ്ടോ ചിന്തിക്കണം. ഞാൻ കൈകാര്യം ചെയ്ത വസ്തുക്കളുണ്ട്, അത് ഏറ്റവും വിശുദ്ധമായി കൈകാര്യം ചെയ്യാൻ, പരിശുദ്ധമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടോ നമ്മൾ ചോദിച്ചു നോക്കണം. അതുപോലെ വ്യക്തികളുമായി ഇടപഴകുമ്പോൾ, എത്രയോ വ്യക്തികളുമായിട്ടാണ് നമ്മൾ ഇടപഴകുക, അവിടെയെല്ലാം ഈ വിശുദ്ധിയുടെ നിറവും പരിമളവും മറ്റുള്ളവർ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ വ്യക്തി ബന്ധങ്ങൾ, എത്രയോ മനുഷ്യരുമായിട്ടാണ് നമ്മൾ ഇടപഴകുക. അപ്പോൾ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഇതാണ്, നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും, നമ്മുടെ എല്ലാ വ്യാപാരങ്ങളിലും, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും, നാം ഓരോ നിമിഷവും ചെലവഴിക്കുന്ന സമയങ്ങളിലും ഇതുപോലെയുള്ള പരിശുദ്ധിയുടെ തിളക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഈ ദിനങ്ങളിലെല്ലാം കർത്താവിൻ്റെ വചനം നമുക്ക് നൽകിയത്. നാം കണ്ടു കാണും, തീർച്ചയായും കർത്താവുമായി ഇടപഴകിയ എല്ലാ വ്യക്തികളും നന്മയിലേക്ക് നടന്നെടുത്തു. അവിടെ ജീവിതത്തിൽ കുറവുകളില്ലാഞ്ഞിട്ടല്ല, കുറവുകളുണ്ടായിരുന്നു, പോരായ്മകളുണ്ടായിരുന്നു. ആ കുറവുകളും പോരായ്മകളും തിരിച്ചറിഞ്ഞു. എന്നിട്ട് അവർ തമ്പുരാനിലേക്ക് അടുക്കുകയാണ്. ഈ ഒരു ക്ഷണമാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാനം നമുക്ക് നൽകുക. നമ്മുടെ കുറവുകൾ കണ്ടെത്തണം, ബലഹീനതകൾ കണ്ടെത്തണം, പോരായ്മകൾ എന്താണ് തിരിച്ചറിയണം, അത് പരിഹരിക്കുവാനുള്ള നിരന്തരമായ പരിശ്രമം തമ്പുരാൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്കുണ്ടാകണം. നമുക്കറിയാം, ഞാനും നിങ്ങളുമെല്ലാം ജീവിക്കുന്നത് എന്നും നന്മയുടെ സാഹചര്യങ്ങളെല്ലാം. നമുക്ക് ചുറ്റും അനീതി കാണാം, തിന്മ കാണാം, അഴിമതി കാണാം, പൈശാചികമായിട്ടുള്ള സ്വാധീനങ്ങളെല്ലാം കാണാം. ഇതെല്ലാം നിരന്തരം നമ്മെ നന്മയിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും അടർത്തി മാറ്റുന്ന ചില സാഹചര്യങ്ങളാണ്. അതിലെല്ലാം ആയിരിക്കുമ്പോൾ, ഇതുപോലുള്ള സാഹചര്യങ്ങളായിരിക്കുമ്പോഴും കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? തിന്മയെ കണ്ടാലും തിന്മയാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. യഥാർത്ഥത്തിൽ നാം ആയിരിക്കുന്ന സാഹചര്യം ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. എപ്പോഴാണ് നമ്മൾ തിന്മയാണ് തിരിച്ചറിയുന്നത്? പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ, നമ്മുടെ ഓരോ വ്യാപാരത്തെയും വിലയിരുത്തുമ്പോൾ നമുക്കറിയാം കുറവുകൾ എന്താണെന്ന്, പോരായ്മകൾ എന്താണ്. അതിനാൽ കുറവുകളും പോരായ്മകളും തിരിച്ചറിയുക. നമുക്കറിയാം, നമ്മളിവിടെ എല്ലാം ഒത്തിരിയേറെ മീൻ ഉപയോഗിക്കുന്നവരാണ്, മീനെക്കുറിച്ച് നന്നായി അറിയാവുന്നവരാണ്. നിങ്ങൾക്കറിയാമല്ലോ, നല്ല നാടൻ കരിമീൻ എവിടെ കിട്ടും ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, കണ്ടാൽ നിങ്ങൾക്കറിയാം. ഇനി വരവ് മീനാണെങ്കിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം. കാരണം എന്താണ്? നല്ലത് കണ്ട് ശീലിച്ചിട്ടുള്ളത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ കുറവുള്ളത് കണ്ടാൽ നമുക്കറിയാം.
ഈ ഒരു മനോഭാവം നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും ഉണ്ടാകണം. നല്ലത് എന്താണെന്ന് തിരിച്ചറിയാനും നന്മ ഏതാണെന്ന് മനസ്സിലാക്കാനും അതിനെ പുൽകാനും കഴിയുമ്പോഴേ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ നമുക്ക് സാധ്യമാകും. അതുകൊണ്ട് നാം ചിന്തിക്കണം. ചിലപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ചിന്ത കടന്നു വരാം, ഇന്ന് ഇത്രയും മതി, ബാക്കിയുള്ളത് നാളെ ചെയ്യാം. ആത്മീയ ജീവിതത്തിൽ നിരന്തരം നാം എല്ലാം അനുഭവിക്കുന്ന സംഘർഷമാണ്. ഇന്ന് ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി, ഇന്ന് ഇത്രയും ബൈബിൾ വായിച്ചാൽ മതി, ബാക്കി നാളെ ആകാം. നാളെ എന്ന് നീട്ടിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടാകാം. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്ത് ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ, അവൻ ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്നുള്ളൂ, അവൻ ഇത്രയൊക്കെ ബൈബിൾ വായിക്കും, പിന്നെ ഞാൻ എന്തിനാ കൂടുതൽ ചെയ്യുന്നത്? അപ്പോൾ ഇതെല്ലാം വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ യാത്രയ്ക്ക് തടസ്സമാകാം. അതിനെയെല്ലാം അതിജീവിക്കാൻ കഴിയണം. ദൈവത്തിൻ്റെ മുൻപിലാണ് ഞാൻ നിർത്തേണ്ടത്. എൻ്റെ തമ്പുരാൻ്റെ മുൻപിൽ നിർത്തിയിട്ട് തമ്പുരാൻ ആവശ്യപ്പെടുന്ന ഇത്രയേ ഉള്ളൂ, ഇതിൽ കൂടുതലുണ്ടോ ഓരോ ദിനവും ചോദിക്കണം. തമ്പുരാൻ്റെ പരിശുദ്ധിക്ക് മുൻപിൽ എൻ്റെ ജീവിതത്തെ നിർത്തിയിട്ട് അതിൻ്റെ കുറവുകളും പോരായ്മകളും കാണാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ആയിരിക്കുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിനാൽ വചനം ധ്യാനിക്കണം, വചനം നമ്മുടെ ജീവിതത്തോട് നിരന്തരം സംഭാഷണം നടത്തണം, നാം വചനത്തോട് നടത്തണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ, എവിടെയെല്ലാമാണ് ശോഭയില്ലാത്തത്, എവിടെയാണോ തിന്മയുടെ സ്വാധീനമുള്ളത്, അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നന്മയിലേക്ക് വളരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും അതിനുള്ള മാർഗം എന്ന് പറയുന്നത് മാനസാന്തരമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ തിരിച്ചറിഞ്ഞ് നുറുങ്ങിയ ഹൃദയത്തോടെ തമ്പുരാൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനും, ദൈവമേ എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടണം, എൻ്റെ ജീവിതത്തിൽ നീ പ്രവർത്തിക്കണമെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കേണപേക്ഷിച്ചാൽ ഇടപെടുന്ന ദൈവം, കൂടെ വസിക്കുന്ന ദൈവം കരം പിടിച്ച് മുന്നോട്ട് പോകാൻ നിരന്തരം നമ്മെ സഹായിക്കും. നമ്മൾ ഓർക്കണം, തെസ്സലോനിക്കർക്ക് 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യപ്രകാരം പറയുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ഓരോ ദിനവും നമ്മളെല്ലാം ദൈവസന്നിധിയിൽ വിശുദ്ധീകരിക്കപ്പെടണം. തമ്പുരാന്റെ വചനം എന്നും വഴികാട്ടിയാകണം. വചനം നൽകുന്ന പ്രകാശത്തിൽ നടക്കാൻ കഴിയണം. വചനം നൽകുന്ന ചൈതന്യം സ്വീകരിക്കാൻ കഴിയണം. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടാവുക. റോമാക്കാരുടെ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം പറയും, നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണത്തിനായി രൂപാന്തരപ്പെടുവിൻ. മനസ്സിൻ്റെ മാറ്റം, മാനസാന്തരം, കുറവുകളെക്കുറിച്ചുള്ള തിരിച്ചറിവ്, അതിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ആഗ്രഹം, തീർച്ചയായും ദൈവം അതിന് പ്രതിഫലം നമുക്ക് നൽകും. അതുകൊണ്ട് തന്നെ ദൈവാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയമായ നമ്മുടെ ഹൃദയങ്ങളെ നന്മയിലേക്ക്, വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ നമുക്ക് കഴിയണം. ഈ പോപ്പൽ മിഷൻ ധ്യാനത്തിന് സമാപന ദിവസം നമ്മൾ എടുക്കേണ്ട ഒരു പ്രതിജ്ഞ എന്ന് പറയുക, തമ്പുരാൻ ആഗ്രഹിക്കുന്ന വിധം നിരന്തരം വിശുദ്ധിയിൽ വളരുവാനുള്ള ഒരു പ്രതിജ്ഞ നമുക്കുണ്ടാകണം. നമ്മുടെ വാക്കിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ, നിലപാടിലെല്ലാം. നമുക്കറിയാമല്ലോ, എവിടെയെങ്കിലും അല്പം പെർഫ്യൂം അടിച്ചാൽ നമ്മുടെ കയ്യിലാകാം, വസ്ത്രത്തിലാകാം, അവിടെയെല്ലാം ഒരു നല്ല പരിമളമുണ്ടാകും. അതുപോലെ നമ്മൾ ഓരോരുത്തരും തമ്പുരാന്റെ വിശുദ്ധിയിൽ പങ്കുചേർന്നാൽ നാം ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം, നാം വ്യാപരിക്കുന്ന മേഖലകളിലെല്ലാം, കണ്ടുമുട്ടുന്ന വ്യക്തികൾക്കെല്ലാം ഈ വിശുദ്ധിയുടെ പരിമളം കൊടുക്കാൻ കഴിയും. അത് അവർക്കും പ്രചോദനമാണ്, അവർക്കും പ്രോത്സാഹനമാണ്. അതുകൊണ്ട് തന്നെ ഈ തുരുത്തിപ്പുറം ഇടവക ദേവാലയം പോപ്പൽ മിഷൻ ധ്യാനം കഴിയുമ്പോൾ ഈ ദേവാലയത്തിലും പരിസരത്തും ഈ പ്രദേശങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലുമെല്ലാം ഒരു ആത്മീയ സുഗന്ധമുണ്ടാകണം, പരിശുദ്ധിയുടെ പരിമളമുണ്ടാകണം, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നിരന്തരം ഓർമ്മിക്കാൻ കഴിയുന്ന വിധം നവ്യമായൊരു അനുഭവം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതിനുവേണ്ടിയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഇവിടെ നൃത്തവും അതുപോലെ പാട്ടും എല്ലാം അതിന് നമ്മൾ ഒരുക്കുകയാണ്. കർത്താവിലെന്നും എന്റെ ആശ്രയം കർത്തൃസേവയൊന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. കർത്താവിലെന്നും എന്റെ ആശ്രയം. സന്തോഷത്തോടെ ഇരുവശങ്ങളിലേക്ക് കരമടിച്ച് അപ്പച്ചമാരും അമ്മച്ചമാരും നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും. കരങ്ങൾ വീശി ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം
ചെയ്തെന്നും പാട്ടുമേശുവേ. ചേർന്ന് പാട്ടുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. കുനിഞ്ഞ് ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയും ഹല്ലേലൂയ പാടും ഞാൻ. വീണ്ടും ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയും ഹല്ലേലൂയ പാടും ഞാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ശക്തി നമ്മളിൽ നിറയട്ടെ. പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം നമ്മളിൽ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. മക്കളെ, കുട്ടികളെല്ലാം ഈശോയുടെ നേരെ കൈനീട്ടി പിടിച്ചേ. പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നമ്മൾ എന്തിനാണെന്നറിയാമോ? നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ ഈശോയോട് ചേർത്ത് നിർത്തി വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോ അവര് പറഞ്ഞത് അനുസരിക്കാനുള്ള കൃപാവരം പരിശുദ്ധാത്മാവെ തരണമെന്ന പ്രാർത്ഥന. എല്ലാ കുട്ടികളും കേട്ടോ, കോളേജിൽ പഠിക്കുന്നവരൊക്കെ കൈ നീട്ടിക്കോ. വിവാഹം അല്ലെങ്കിൽ സന്യാസം അല്ലെങ്കിൽ പൗരോഹിത്യം ഒരു ദൈവവിളി സ്വീകരിക്കുന്നവരെയുള്ള എല്ലാ കുട്ടികളും, മുതിർന്ന യുവാക്കന്മാർ യുവതികളൊക്കെ ഒന്ന് കൈ നീട്ടിക്കോട്ടോ. ഈ രാത്രി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാ നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട്. കൈകൾ നീട്ടിപ്പിടിച്ച് ഈശോയുടെ നേരെ, എന്നിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചോ. മക്കളെ, അച്ഛൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഈ ഒരാഴ്ച നിങ്ങളുടെ സ്നേഹമുള്ള അച്ഛന്മാർ നിങ്ങളോട് പറഞ്ഞു തന്ന കാര്യങ്ങളില്ലേ, മറന്നുപോയേക്കരുത്. നിങ്ങളുടെ അപ്പനും അമ്മയും ദൈവം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടവരാട്ടോ. ദൈവം കഴിഞ്ഞാ നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടവര് നിങ്ങളുടെ അപ്പനും അമ്മയാട്ടോ. അവര് പറഞ്ഞ് അനുസരിച്ചോളണം. അപ്പനും അമ്മേനെയും വിട്ടിട്ട് ഒരു ജീവിതം നിങ്ങൾ സ്വപ്നം കാണല്ലേ. ദൈവം തന്നതല്ലേ, കൈവിട്ടിട്ട് പോയേക്കരുത്. അതുകൊണ്ട് മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ. നിങ്ങളിപ്പം നിൽക്കുന്നത് ഈ പള്ളിയുടെ മുറ്റത്താ, നിങ്ങൾ പഠിച്ചു വളർന്നത് ഇവിടെയാ. ഈ പള്ളി മുറ്റം വിട്ടും പോയേക്കരുത് കേട്ടോ. ചെറുപ്പക്കാരെ ഉറപ്പിച്ചോളണം, വിവാഹം കൂതാശയായിട്ട് തന്നെ സ്വീകരിച്ചോളണം കേട്ടോ. പ്രണയത്തിന്റെ പേരും പറഞ്ഞ് പള്ളിയെ ഇട്ടിട്ട് പോയേക്കരുത് കേട്ടോ. പ്രണയത്തിന്റെ പേരും പറഞ്ഞ് പള്ളിയെ ഇട്ടിട്ട് പോയേക്കരുത് കേട്ടോ. കുർബാന ഇട്ടിട്ട് പോയേക്കരുത്. കുമ്പസാരം ഇട്ടിട്ട് പോയേക്കരുത് കേട്ടോ. നീ പോണ വഴികളിലെല്ലാം നിന്റെ ദൈവം കരഞ്ഞുകൊണ്ട് നിന്റെ പിന്നാലെ ഉണ്ട്. ഇട്ടിട്ട് പോയാൽ നീ പോകുന്ന വഴികളിലെല്ലാം നിന്റെ ദൈവം കരഞ്ഞുകൊണ്ട് നിന്റെ പിന്നാലെ ഉണ്ട്. നീ ഒരിക്കലെങ്കിലും തിരിഞ്ഞു നോക്കുന്ന പ്രതീക്ഷയോടെ. മക്കളെ, കൈകൾ ഈശോയുടെ നേരെ നീട്ടിക്കേ. പരിശുദ്ധാത്മാവെ ഈ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചോ. ഈ ആരാധന സമയത്ത് പരിശുദ്ധാത്മാവ് ഈ കുഞ്ഞുങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നല്ല മക്കളായിട്ട് പള്ളിയോട് ചേർന്ന് നിൽക്കാൻ, സഭയോട് ചേർന്ന് നിൽക്കാൻ, മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കാൻ പരിശുദ്ധാത്മാവേ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ചേർന്നൊന്ന് സ്തുതിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ മക്കളെ അനുഗ്രഹിക്കണേ. പരിശുദ്ധാത്മാവേ ഇവരെ സഹായിക്കണേ, ഇവരെ ശക്തിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാതാപിതാക്കളെ കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച്, അപ്പനും അമ്മയൊക്കെ കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് കണ്ണടച്ച് പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളെ ഈശോയുടെ മക്കളാക്കി വളർത്താനുള്ള കൃപാവരം തരണമെന്ന് പ്രാർത്ഥിച്ചോ. കർത്താവേ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളുടെ മക്കളെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മക്കളാക്കി വളർത്തിക്കൊണ്ടുവരാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുക. ദാ സോളമന് ദൈവമായ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. ദൈവം ചോദിച്ചു, നിനക്ക് എന്ത് വരം വേണം? അവൻ പറഞ്ഞു, ശത്രു സംഹാരമല്ല, ദീർഘായുസ്സല്ല, സൈന്യബലമല്ല. എൻ്റെ അപ്പനായ ദാവീദ്, മഹാനായ രാജാവ്, ഇസ്രായേൽ ജനം, ദൈവത്തിന്റെ സ്വന്തം ജനം, ഈ ജനത്തെ മനോഹരമായി നയിച്ചു. അതുപോലെ ഈ ജനത്തെ നയിക്കാനും ഭരിക്കാനുള്ള പാഠവൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഈ ജനത്തെ നയിക്കാനുള്ള ജ്ഞാനം എനിക്ക് തരണേ. ജ്ഞാനം പരിശുദ്ധാത്മാവിന്റെ വരമാണല്ലോ. സോളമൻ പ്രാർത്ഥിച്ചു കേട്ടോ. സോളമന് കിട്ടി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ, ഒരു ഇസ്രായേൽ രാജാക്കന്മാർക്കും ഉണ്ടാകാത്ത രീതിയിൽ അതിശക്തമായ ജ്ഞാനം. ചോദിക്കാതെ തന്നെ സമ്പത്തും ദീർഘായുസും സൈന്യബലവും എല്ലാം കിട്ടി. മാതാപിതാക്കളെ കണ്ണുകൾ അടച്ചിട്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട്
പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങളാക്കി വളർത്താൻ, വിജ്ഞാനമുള്ള കുഞ്ഞുങ്ങളാക്കി വളർത്താൻ, സഭയുടെ മക്കളാക്കി വളർത്താൻ അതിനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് തരണേ. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ ആണെന്ന് പറയുന്നു. കുഞ്ഞുങ്ങളെ വളർന്നു വരുമ്പോൾ പ്രണയബന്ധങ്ങളൊക്കെ ആയിട്ട് പോകണു, വിശ്വാസം ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. അല്പം കൂടെ പ്രായമാകുമ്പോൾ ലഹരിയുടെ പിന്നാലെ പോകുന്നെന്ന് പറയുന്നു. പരിശുദ്ധാത്മാവേ, വിവാഹം എന്ന കൂദാശ വഴി തലമുറയെ അനുഗ്രഹിക്കാൻ ഞങ്ങൾക്ക് തന്ന കൃപാവരം ജ്വലിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചേ. എന്നിട്ട് മാതാപിതാക്കളെ 2 കരങ്ങളും ഈശോയുടെ നേരെ ഉയർത്തിക്കോ. അപ്പനും അമ്മയും 2 കരങ്ങൾ ഈശോയുടെ നേരെ ഉയർത്തിക്കോ. എന്നിട്ട് ഈ മക്കളെ ഈശോയുടെ മക്കളാക്കി വളർത്താൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമെന്ന ബോധ്യത്തോടെ ഒന്ന് ചേർന്നൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മാതാപിതാക്കളെ ദൈവമേ അനുഗ്രഹിക്കണേ. പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഒന്ന് കണ്ണുകൾ അടച്ചു എല്ലാവരും കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്ന മാതാപിതാക്കന്മാരെ ഓർക്കാം. പരിശുദ്ധാത്മാവേ, ഈ സമ്പത്ത് എന്നുള്ള വിചാരം ഞങ്ങളുടെ തലേ കയറി നശിപ്പിക്കാതെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണേ. ബന്ധങ്ങൾ നശിച്ചു പോകാതിരിക്കട്ടെ. പരിശുദ്ധാത്മാവെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചോ. ആങ്ങളെ പെങ്ങന്മാര്, ചേട്ടനനിയന്മാര്, ചേട്ടത്തി അനീത്തിമാര്, അളിയൻ നാത്തൂന്മാരെല്ലാവരും, അമ്മായിപ്പൻ അമ്മായിമ്മ, കുടുംബ ബന്ധങ്ങളൊക്കെ ഒന്ന് സമർപ്പിച്ചേ. ഇടത്തും വലത്തും മുമ്പിലും പിറകിലൊക്കെ ഉള്ള വീടുകള്, അയൽവക്കങ്ങള്, പരിശുദ്ധാത്മാവേ ദൈവസ്നേഹത്തിന്റെ അഗ്നി അയക്കണേ. കർത്താവേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നീ വരണേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ വരണേ. ഓർക്കണം കേട്ടോ, കാര്യം നമ്മൾ ഒരാഴ്ച ധ്യാനിച്ചു, കുമ്പസാരിച്ചു, വിശുദ്ധീകരിക്കപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാ. പക്ഷെ എന്നിരുന്നാൽ കൂടി അറിയാം, നമുക്ക് നമ്മുടേതായ ബലഹീന പ്രകൃതികളെല്ലാം ഉണ്ട്. ഈ ആഴ്ച കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോ ദൈവമേ, ഈ ബലഹീനത എന്നെ ചൂഴ്ന്നു നിൽപ്പുണ്ട്, എനിക്ക് വിജയം കൈവരിക്കണം. കർത്താവേ, നിന്റെ സഹായം കൂടെ വരൂ. എൻ്റെ കുടുംബത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുക അത്ര എളുപ്പമൊന്നുമല്ല. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണേ. യേശുവിൻ്റെ ശിഷ്യന്മാർ 12 പേര് 12 തലക്കലായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോ ഒറ്റക്കെട്ടായി മാറി. അവർ ഒറ്റ കാര്യത്തിനു വേണ്ടിയാണ് നിലനിന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവെ നീ വരണേ. ഭാര്യയും ഭർത്താവും മക്കളും അപ്പനും അമ്മയൊക്കെ ഒറ്റ കാര്യത്തിന് വേണ്ടി നിലകൊള്ളാൻ, ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. പണ്ടൊരു മനുഷ്യൻ പറഞ്ഞില്ലേ, ദൈവമേ നീ എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കുമെന്ന്. സത്യത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ഈശോയെ വിളിച്ചിറക്കാനുള്ള യോഗ്യതയൊന്നും നമുക്കില്ല. എന്നാൽ ഈശോ വരും കേട്ടോ, ഈശോ വരും. യോഗ്യതയില്ലാത്തതുകൊണ്ട് അവൻ കാണരുതെന്ന് കരുതി മരത്തിന്റെ ചില്ലകൾക്കുള്ളിൽ ഒളിച്ചിരുന്ന ഒരുത്തനെ നമ്മൾ ഞായറാഴ്ച കണ്ടതല്ലേ ധ്യാനം ആരംഭിച്ചപ്പോ. ആരും കാണില്ലെന്ന് പറഞ്ഞ് മരത്തിന്റെ ചില്ലകൾക്ക് ഉള്ളിൽ ഒളിച്ചിരുന്നവനെ യേശു വിളിച്ചിറക്കിയിട്ട് യോഗ്യതയില്ലാത്തവന്റെ വീട്ടിൽ കയറി വന്നില്ലേ. അതാ നമ്മുടെ കർത്താവ്. നമുക്കും പറയാം, കർത്താവേ എൻ്റെ വീട്ടിലേക്ക് വരാൻ യോഗ്യതയൊന്നും എനിക്കില്ല, പക്ഷെ എന്നാൽ നീ ഒരു വാക്ക് പറയുക ചെയ്താൽ മതി, എൻ്റെ കുടുംബം രക്ഷപ്പെടും, എൻ്റെ മക്കള് രക്ഷപ്പെടും. കർത്താവേ എന്നെ സഹായിക്കണേ. കൈകൾ ഈശോയുടെ നേരെ ഉയർത്തിയിട്ടും ചേർന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ആരാധന, ആരാധന. കർത്താവേ, ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ഇടപെടല് ഈ ദമ്പതിമാരുടെ മേൽ സംഭവിക്കട്ടെ. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ കിട്ടിയ അഭിഷേകം തുടർന്നുള്ള ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ ദമ്പതിമാരെയും പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹായ്, നമസ്കാരം. ഞാൻ രാജേഷ് പറവൂർ. ഞാൻ ഈ പറവൂർ തിരുത്തിപ്പുറം സെൻറ്റ് ലൂയിസ് ചർച്ച് ഇടവാംഗമാണ്. അപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ നടന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ സംബന്ധിക്കാൻ എനിക്കും ഇത്തവണ ഭാഗ്യം കിട്ടി. സാധാരണ ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് സമയം കിട്ടാറില്ല. ഞാനിതുവരെ അങ്ങനെ പങ്കെടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ വലിയൊരു അനുഭവമാണ് എനിക്കുണ്ടായത് ഈ ധ്യാനത്തോടുകൂടി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കുടുംബ പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ കുർബാനകളിലൊക്കെ നമുക്ക് സംബന്ധിക്കാൻ പറ്റാറില്ല. പക്ഷേ ഇനി സമയം കിട്ടുന്ന വേളകളിൽ ഈ ധ്യാനം കൂടിയതിന് ശേഷം എനിക്ക് സമയം കിട്ടിയ വേളകളിലെല്ലാം ഇപ്പോഴും ഞാൻ ഈശോവുമായി അടുത്തിരിക്കും. അങ്ങനെ എൻ്റെ മനസ്സിന് നല്ലൊരു ആന്തരിക സൗഖ്യമാണ് കിട്ടിയത്. എൻ്റെ പേര് ലിൻസി, തിരുത്തിപ്പുറം സെൻറ്റ് ലൂയിസ് ഇടവകാംഗമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ജോജോ ആണ്. ഒരു ആക്സിഡൻ്റ് പറ്റിയിരിക്കുകയാണ്. എല്ലാ ദിവസവും എല്ലാ ശുശ്രൂഷകളും വളരെ നന്നായിരുന്നു. ആത്മീയമായ നല്ലൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് രണ്ടുപേരും ഈ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ജോസ്ലിൻ ജോസഫ്, തിരുത്തിപ്പുറം സെൻറ്റ് ലൂയിസ് ഇടവകയിലെ അംഗമാണ്. അതുപോലെ ഇവിടെ നമ്മുടെ വിമൺ വെൽഫെയർ സർവീസസിൻ്റെ യൂണിറ്റ് വൈസ് പ്രസിഡൻറ്റും പറവൂർ ഫൊറോനയിലെ വൈസ് പ്രസിഡൻറ്റുമാണ്. എനിക്ക് ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഈ 6 ദിവസം വളരെ അനുഗ്രഹപ്രദമായിരുന്നു. എനിക്ക് തന്നെയല്ല, ഞങ്ങൾ വിമൺ വെൽഫെയർ സർവീസസിലെ എല്ലാ അമ്മമാർക്കും അത് വളരെ അനുഗ്രഹപ്രദമായിരുന്നു. ഞങ്ങളുടെ കുടുംബം അനുഗ്രഹീതമായി, അതുപോലെ തന്നെ ഞങ്ങളുടെ നാടും അനുഗ്രഹീതമായി. കാരണം ഞങ്ങൾ രാവിലെയും വൈകിട്ടും ജാഥ വിളിച്ച് പോരുമ്പോൾ ഞങ്ങൾ ആ പോരുന്ന വഴികളെല്ലാം വിശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദൈവം ഇത്രയും നല്ലൊരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ദൈവത്തിന് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ധ്യാനത്തിന് വേണ്ടി അവസരം ഒരുക്കി തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരി അച്ഛനെയും ധ്യാനിപ്പിക്കാൻ വന്ന അച്ഛന്മാരെയും ഞങ്ങൾ ഒരുക്കാൻ വന്ന സിസ്റ്റേഴ്സിനെയും ബ്രദേഴ്സിനെയും ഞങ്ങളെ പാട്ടുപാടി സഹായിച്ച ഞങ്ങളുടെ ശുശ്രൂഷകരെയും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ പേര് മേഴ്സി സാബു. ഞാൻ തിരുത്തിപ്പുറം സെൻറ്റ് ലൂയിസ് ഇടവകയിലെ യൂത്ത് ഫോറം കൂട്ടായ്മയുടെ പ്രസിഡൻ്റാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഞങ്ങളുടെ കൂട്ടായ്മയുടെ എല്ലാ അംഗങ്ങൾക്കും വളരെ അനുഗ്രഹപ്രദമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് വിധവകളായ ഞങ്ങൾക്ക് ഈ ഒരു ധ്യാനം വളരെ ഇത് നേരത്തെ തന്നെ ആവശ്യമായിരുന്നു എന്ന് തോന്നിയിരുന്നു. ഈ 6 ദിവസവും എല്ലാ അംഗങ്ങളും മുടങ്ങാതെ രാവിലെയും വൈകിട്ടും എല്ലാ ത്യാഗവും സഹിച്ച് എല്ലാവരും ഇതിൽ പങ്കെടുത്തിരുന്നു. ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും വ്യക്തികളും എല്ലാവരും ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് എല്ലാവർക്കും അത് നല്ലൊരു കൃപ ലഭിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും അതുതന്നെയാണ്. കാരണം ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളും വളരെ വിഷമിച്ച് കഴിയുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. ഈ ധ്യാനം എല്ലാവരുടെ മനസ്സിനെയും വളരെയധികം ഉത്തേജനം നൽകി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തോമസ് പോൾ, ഈ ഇടവകയുടെ കിഴക്കുവശത്തുള്ള 10 യൂണിറ്റിൻ്റെ ഏരിയ കൺവീനറാണ്. ഇതുപോലൊരു ധ്യാനം ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് വിചാരിച്ച് ഞാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമായി. 6 മാസമായി ഇതിൻ്റെ വീടുകൾ തോറും കയറി ഇറങ്ങി എല്ലാ വീടുകളിലും കയറി എല്ലാവരെയും ക്ഷണിക്കുകയും കുടുംബങ്ങളെല്ലാം പറയുകയും ചെയ്ത് അതുപോലെ ധാരാളം ആളുകൾ ഈ പങ്കെടുക്കാൻ വരികയും ചെയ്തു. രാവിലെയും വൈകിട്ടും ജാഥയായിട്ട് ആളുകൾ വരും. ഇവിടെ വന്ന് നല്ലൊരു ആത്മീയ അനുഭവമാണ് എല്ലാവർക്കും ഉണ്ടായത്. ഇതുമൂലം നല്ലൊരു
മാനസാന്തരത്തിനും നല്ലൊരു ചൈതന്യം ഉണ്ടാകുന്നതിനും എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.